ഡോക്ടർ മോഹൻപിള്ള ഇവിടെ ഒരുതരം പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് ഒരാൾ മണ്ണിനടിയിലുണ്ട്, അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, GPS സിഗ്നൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുതരം പ്രതീക്ഷയുടേതായ ഒരു അമിതമായ പ്രതീക്ഷാ വിതരണം നടന്നിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഈ ഒരു രക്ഷാദൗത്യത്തിന് വേണ്ടിയുള്ള ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും ഇനിയും തുടരും എന്നൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഇവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക അതൊരു വളരെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. കാരണം ഈ രക്ഷാദൗത്യത്തിൽ നിന്ന് ഭരണകൂടത്തിന് പിന്നോട്ട് പോകാൻ ഇനി കഴിയില്ല, അത് ഉപേക്ഷിച്ച് മടങ്ങാൻ കഴിയില്ല. ഏത് വിധേനയും ആ രക്ഷാദൗത്യം പൂർത്തിയാക്കിയേ മതിയാകൂ. ഇവിടെ ഒരുപാട് സാധ്യതകൾ, ഇപ്പോൾ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ഈ ലോജിസ്റ്റിക്കിൻ്റെ പ്രശ്നമുണ്ട്, പാലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഈ ഡ്രഡ്ജിങ് മാത്രമല്ലേ ഇനി അവിടെ സാധ്യമാകൂ? ആ മണ്ണ് നീക്കിയാലല്ലേ ലോറിയെങ്കിലും കണ്ടെത്താൻ കഴിയും. അതെ, അത് മണ്ണ് നീക്കിയെങ്കിൽ മാത്രമേ ട്രക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ. അതിനു മുമ്പ് ഐ തിങ്ക് എനിക്ക് ആരൊക്കെയാണ് മിസ്റ്റർ അഭിജിത്ത്, ഐ തിങ്ക് അഭിജിത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഫോർഗെറ്റ് അബൌട്ട് ദ പൊളിറ്റിക്സ് അല്ല ഇതിനകത്ത്. ഐ ആം ടെല്ലിങ് യു ദ റിയാലിറ്റി. ഈ സിറ്റുവേഷനിൽ ഇതുപോലെ കുത്തൊഴുക്കുള്ള റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എനിമി ബങ്കേഴ്സുണ്ട്. നമുക്ക് ക്രോസ് ചെയ്തേ പറ്റുള്ളൂ. ഓപ്ഷൻസാണോ നോക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടിവരയിട്ട് പറയുന്നു, ഏതു ടെറൈനിലും ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ പ്രയോറിറ്റി വെച്ചിട്ടല്ല പറയുന്നത്. കർണാടക ഗവൺമെൻറ് 100 കോടി രൂപ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഒബ്ജക്ഷൻസ് വന്നിരുന്നു. വാട്ട് ഈസ് ദ പ്രയോറിറ്റി? ഇതിന് ഇത്രയും ചിലവാക്കണമായിരുന്നോ? അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അത് കർണാടകമല്ല, കേരളത്തിലാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു ട്രക്ക് അല്ലെ ഒരു മനുഷ്യജീവൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിനുവേണ്ടി ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് കോടികൾ രൂപ ചിലവാക്കുന്നതിനോട് ഒരു യോജിപ്പും വരില്ല. അതൊരു ലോജിക്കല്ല. ആ ലോജിക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പക്ഷേ വൺ ഹാസ് ടു ബി ഇൻ പ്രാക്ടിക്കൽ. അതിനകത്ത് സിദ്ധരാമയ്യയുടെ കുഴപ്പമോ പിണറായി വിജയൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കുഴപ്പമോ അല്ല. അവർക്ക് അത്രേ പറ്റൂ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അല്ലാതെ അവിടെ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. അത് ഞാൻ പറയുന്നു. കാരണം ബംഗ്ലാദേശ് ഓപ്പറേഷൻസ് ഒന്ന് പഠിക്കണം. റിവർ പത്മ എങ്ങനെ ക്രോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചാബിൽ 5 നദികളാണുള്ളത്. അത് പാകിസ്ഥാനിലോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ എല്ലാ റിവർ ബ്രിഡ്ജിങ് ആണ്. ഇതൊരു എഞ്ചിനീയർ റെജിമെൻറ്റിലുള്ള ആരെങ്കിലും കേട്ടാൽ ചിരിക്കും. കാര്യം റിവർ ബ്രിഡ്ജിങ് എഞ്ചിനീയേഴ്സിൻ്റെ മെയിൻ ടാസ്ക്കാണ്. മിനിറ്റുകൾ കൊണ്ടാണ് ബ്രിഡ്ജ് ഉണ്ടാക്കി പാസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സെറ്റപ്പ് ഇവിടെ വേണോ വേണ്ടയോ എന്നുള്ളത്. അതിനാണ് ഞാൻ ഒരു കാര്യം കൂടി അഭിജിത്ത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഈ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ ഇതൊരു ട്രെയിനിങ് ആയിട്ട് കൊടുക്കാം. ഒരു ട്രെയിനിങ് കേസായിട്ട് കണ്ടുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ട്രെയിനിങ് അവർക്കൊരു എക്സ്പീരിയൻസ് ആകും. അതാണ് ഞാൻ പറഞ്ഞത്. യു ആർ നോട്ട് കംപ്ലീറ്റ്ലി ഫോളോയിങ് മീ. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലോട്ട് വന്നത്. അല്ലാതെ ഇതൊരു സ്റ്റേറ്റിൻ്റെ കഴിവുകേടെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ മെറിറ്റെന്നോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. അത് പ്രളയം ഇവിടെ നടന്നപ്പോൾ അതുപോലെ ആയിരുന്നു സിറ്റുവേഷൻസ്. അന്നേരം എത്ര കോടികൾ വേണമെങ്കിലും ചിലവാക്കാമായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ് ഈസ് കമ്മിങ്, ഹെലി വാച്ചിങ് ആൻഡ് എവറിത്തിങ്. അതല്ല, ആ ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ് ഒരു രീതിയിലോട്ട് പോകരുത്. നമ്മൾ റിയാലിറ്റി, ഞാനതാണ് ആദ്യം മുതൽ തന്നെ പറഞ്ഞത്, വൺ ഹാസ് ടു ബി ഇൻ റിയൽ വേൾഡ്. എന്താണ് പ്രാക്ടിക്കലായിട്ട് ഇത് അല്ലെങ്കിൽ ഇപ്പം അജിംസ് പറഞ്ഞ പോലെ റോബോട്ടിക് സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് റോബോട്ട് എന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെന്ന ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ US അപ്പോൾ US അത് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പം ആ ഒരു രീതിയിലോട്ടല്ല നമ്മൾ വിമർശിക്കേണ്ടത്. നമ്മൾ നമ്മുടെ മാക്സിമം എഫക്റ്റീവ് അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ എന്താണ്, പ്രളയമുണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വന്ന് ചെയ്തത് അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അതായത് ആർക്കൊക്കെ ഇന്നോവേറ്റീവ് മൈൻഡ് ഉണ്ടോ അവർക്കെല്ലാം ഒരു ഓപ്ഷനാണ്. അതാണ് ഈ 4 ദിവസം മുമ്പുള്ള ചർച്ചയിലും പറഞ്ഞത്. നമ്മുടെ സിറ്റുവേഷൻ വെളിയിൽ അറിയിക്കുക, ആൾക്കാരെല്ലാം അറിയട്ടെ, അവരവരുടെ ഐഡിയയും കൊണ്ട് വരട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ഈ പോയിന്റ് വെച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ ഒരു ധാരണയുണ്ടായി ആർമി ഫെയിൽ, നേവി ഫെയിൽ എന്നുള്ളത്. അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് റിയാലിറ്റി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു ഫൈനാൻസ്, അതൊരു ഓഫ് കോഴ്സ് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും വിമർശനം ആർക്കും അതിനെതിരെ ഉയർത്താനും പറ്റില്ല ആ സമയത്ത്. അതാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പം ആ ഒരു രീതിയിലായിരിക്കണം ഈ കാഴ്ചപ്പാടെന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എൻ്റെയർ കേരള ഈ ഒരൊറ്റ പോയിന്റിൽ അർജുനെ റിക്കവർ ചെയ്യേണ്ട രീതിയിൽ എങ്ങനെ വേണം എന്ന് ഒന്നിച്ച് നിന്നു. സാധിച്ച അത് ആരുടെയും കഴിവുകേടെന്നത് കാണിക്കാൻ പാടില്ല. അത് ആരുടെയും കഴിവുകേടല്ല. കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർവാർ MLA എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നു. നമ്മളത് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടല്ല. പക്ഷേ അതിനകത്ത് വന്ന പാളിച്ചകൾ നമ്മൾ ഉൾക്കൊള്ളണം, ആരെയും വിമർശിക്കാതെ. 4-5 ദിവസം ഒരു മിസ്ഗൈഡഡ് വേയിലാണ് ഇത് പോയത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം പലതാണ്. കാരണം ആരോ എന്തോ ബെൻസിൻ്റെ GPS കിട്ടി, അതുപോലെ തന്നെ ടെലിഫോൺ റിങ് ചെയ്തു, അങ്ങനെയൊക്കെ കുറേ സമയങ്ങൾ പോയി. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഇൻ ജനറൽ, അതായത് ഇത്രയും വലിയ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാമായിരുന്നു. അത് എവരിബഡി വിൽ എഗ്രി, എവരിബഡി വിൽ ആക്സെപ്റ്റ്. അത് MLA സെയിൽ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അത് ആദ്യം മുതലേ ഈ രീതിയിൽ പോയത് കൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്ന്. അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഈവൻ ഫ്ലോട്ടിംഗ് ഇത് പോയിട്ട് ആ ഡെബ്രി റിമൂവ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. ഡെബ്രി റിമൂവ് ചെയ്ത് ട്രക്ക് അതിനുള്ളിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളിടത്തോളം കാലം അത് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് റിമൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ട്രക്ക് നമുക്ക് വെളിയിലെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലായിരിക്കണം കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.